മീരയുടെ മറ്റു പെണ്ണുങ്ങൾ, മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾ, ഘാതകനിലും ആരാച്ചാറിലും ഒക്കെ മറ്റു പല ചെറുകഥകളിലുമൊക്കെ നമ്മൾ കാണുന്ന നിരവധിയായ സ്ത്രീകൾ, ആ സ്ത്രീകളുടെയൊക്കെ മനസ്സിൻ്റെ സങ്കീർണത, അവരുടെ പ്രണയസങ്കല്പം, അവരുടെ ലൈംഗികതാ സങ്കല്പം, ഇതൊക്കെ തന്നെ ഫിദ മുഹമ്മദിലും കടന്നു വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വൻമരം പോലെ, ഒരു പക്ഷേ നിറയെ പൂക്കളുള്ള, നിറയെ ഇലകളുള്ള, തളിരുകളുള്ള ഒരു മരം നമ്മൾ പുറമേക്ക് കാണുമ്പോഴും അതിൻ്റെ വേരുകൾ ഭൂമിക്കടിയിൽ പലതരത്തിൽ കൂടിക്കലർന്ന് മറ്റു മരങ്ങളുടെ വേരുകളുമായി ചേർന്ന് കാണാത്ത ഇടങ്ങളിലേക്കൊക്കെ അന്വേഷണം നടത്തുന്ന വേരിൻ്റെ പടലങ്ങൾ ഭൂമിക്കടിയിലുണ്ട് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ ഒരുപക്ഷെ അവരവർ പോലും തിരിച്ചറിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ചിന്തകൾ, സങ്കീർണമായ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒന്നാണ് മനുഷ്യൻ. പക്ഷെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തുക എന്നതും അത്രയും അഗാധതയിലേക്ക് കടന്നു ചെന്ന് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്നും പലതും കണ്ടെത്തി അതെല്ലാം തന്നെ സർഗ പ്രതിഭയിലൂടെ, രചനകളിലൂടെ വായനക്കാരിൽ എത്തിക്കുന്നതാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ ചെയ്യാറുള്ളത്. അതേത് മഹത്തായ കൃതി നോക്കിയാലും നമുക്കറിയാം. അത് ഷേക്സ്പിയർ ആയാലും, അത് MT വാസുദേവൻ നായർ ആയാലും, അത് ചന്ദ്രമതി ആയാലും, ഏത് തരത്തിലുള്ള എഴുത്തുകാരെ നോക്കുമ്പോഴും നമുക്കറിയാം മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ ചെല്ലാൻ കഴിയുമ്പോൾ മാത്രമേ നല്ല രചനകൾ ഉണ്ടാവുകയുള്ളൂ. മീരയും അതുപോലെയാണ്. ഫിദ മുഹമ്മദ് എന്ന ആ ഇന്ത്യക്കാരി ഫിദ കസാക്കിസ്ഥാനിലെ കലാച്ചി വരെ എത്തുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഫിദ കടന്നു പോകുന്ന വഴികളിൽ പരിചയപ്പെടുന്ന നിരവധി വ്യക്തികൾ, അവരുമായെല്ലാം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബന്ധങ്ങൾ, സ്വന്തം ഉമ്മയുമായുള്ള ബന്ധം, നിസാമിൻ്റെ ആദ്യ ഭർത്താവായ നിസാമിൻ്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം, പിന്നീട് സുഹൃത്തുക്കളുമായുള്ള ബന്ധം, ഇങ്ങനെ ഓരോ ബന്ധവും നമ്മളെ വല്ലാതെ ആകുലപ്പെടുത്തുന്നതും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. മീര തന്നെ പറയുന്നുണ്ട്, ഈ പുസ്തകം വായിക്കുക എന്നത് അനായാസമായ ഒരു പ്രക്രിയയല്ല. ഇത് വായനക്കാരെ ആനന്ദിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വായനക്കാരുടെ ഉള്ളുലയ്ക്കുകയും കണ്ണ് നനയിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും മനസ്സിൽ പൊള്ളലേൽക്കുന്നത് പോലെ വായനക്കാർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. നിസ്സഹായതയുടെ, പലതരത്തിലുള്ള സ്നേഹമില്ലായ്മയുടെ, പല ബന്ധങ്ങളുടെ ശൈഥില്യങ്ങളുടെ, മനുഷ്യൻ്റെ തന്നെ സങ്കീർണമായ പലതരത്തിലുള്ള വേദനാകരമായിട്ടുള്ള അവസ്ഥകളുടെ ഒക്കെ ഒരു കണ്ണാടിയായി ഈ പുസ്തകത്തെ വിലയിരുത്താം. മീരയുടെ പല പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. മീര എഴുതുമ്പോൾ മീരയുടെ മനസ്സ് ഒരുതരം കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നാം. കാരണം മനുഷ്യൻ പലപ്പോഴും അകപ്പെട്ടു പോകുന്ന, ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ ആഴങ്ങളിലേക്ക് വീണു പോകുന്ന വേദനയുടെയും നിസ്സഹായതയുടെയും പല ഘട്ടങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളിലാണ് മീരയുടെ കണ്ണ് ചെന്നെത്തുന്നത്. അവിടെ നിന്നാണ് മീര എഴുതുന്നത്. നിസാമിനെ ഉപേക്ഷിക്കുമ്പോൾ 2 പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്തി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കലാച്ചിയിലേക്ക് പോകുന്ന രംഗമൊക്കെ വളരെയേറെ ഹൃദയസ്പർശിയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഗത്ത് ആ മക്കൾ നിൽക്കുന്നു, മറുഭാഗത്ത് ഇജാസിനെ അന്വേഷിച്ച് പോകാതിരിക്കാൻ കഴിയില്ല. ഈ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറക്ക രോഗം ബാധിച്ച കലാച്ചി, ആ കലാച്ചിയിൽ എങ്ങനെയാണ് ഇജാസ് എത്തിപ്പെട്ടത്? ആ എത്തിപ്പെട്ടത് മാത്രമല്ല, ഈ രോഗം ബാധിക്കുകയും ഇജാസ് ബലാത്സംഗത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് കലാച്ചിയിൽ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഇജാസിനെ നേരിൽ കണ്ടേ കഴിയൂ എന്ന് ഒരു ദൃഢനിശ്ചയം ഫിദ എടുക്കുകയാണ്. ഏറ്റവും അപകടകരമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തീരുമാനം.
കോവിഡ് കാലമാണ്. ഇത്രയും ദൂരത്ത് കസാഖിസ്ഥാനിൽ തന്നെ വളരെ വിദൂരമായൊരു ഗ്രാമമാണ് കലാച്ചി. അവിടെ വരെ എത്തിപ്പറ്റുക എന്നത് തന്നെ സാഹസികമായൊരു യാത്രയാണ്. ആ യാത്ര ചെയ്തേ അടങ്ങൂ എന്ന ഫിദയുടെ തീരുമാനം. അപ്പോൾ തന്നെ അവളെ സ്നേഹിക്കുന്നവർ, അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ തടയുന്നുണ്ട്. പക്ഷേ താൻ അത്രയേറെ ഹൃദയം സമർപ്പിച്ച ഇജാസ് ഒരു ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയേ കഴിയൂ എന്ന് ഫിദ തീരുമാനിക്കുന്നു. അത് മനസ്സിലാക്കണം എന്താണ് ആ യാത്ര. വളരെ അത് നമുക്ക് വായിക്കുമ്പോൾ വളരെ അമ്പരപ്പ് തോന്നും, അത്ഭുതം തോന്നും, പേടി തോന്നും. അത്രയേറെ സാഹസികമാണ് യാത്ര. എന്നാൽ ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഒരധ്യായം ആ യാത്രയെക്കുറിച്ച് മീര പറയുന്നുണ്ട്. നിങ്ങൾ വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പുസ്തകം മുഴുവൻ വായിച്ച ശേഷം മാത്രമേ ആ അധ്യായത്തിലേക്ക് കടക്കാവൂ. കാരണം കലാച്ചി എന്ന ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വിവരം കിട്ടും. പക്ഷെ അവിടെ എത്തിപ്പെടുന്ന ആ യാത്രയെക്കുറിച്ച്, എങ്ങനെയാണ് മീര അവിടെ എത്തിയത്, ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സംശയം തോന്നാം, യഥാർത്ഥത്തിൽ മീര അവിടെ പോയോ? അവിടെ പോകാതെയും എഴുതാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പല എഴുത്തുകാരും അവരുടെ ഭാവനയിൽ നിന്നും അവരിതുവരെ കണ്ടിട്ടില്ലാത്ത, അവരിതുവരെ നേരിട്ട് സംസാരിക്കാത്ത എത്രയോ മനുഷ്യരെക്കുറിച്ച്, എത്രയോ ജനങ്ങളെക്കുറിച്ച്, എത്രയോ ബന്ധങ്ങളെക്കുറിച്ച്, എത്രയോ രാജ്യങ്ങളെക്കുറിച്ച് എഴുത്തുകാരെഴുതാറുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ കലാച്ചിയിൽ പോകാതെയാണോ മീര ഇത് എഴുതിയത് എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പത്രപ്രവർത്തക കൂടിയായ മീര അവിടെ എത്തുക തന്നെ ചെയ്തു. ആ യാത്രയുടെ സാഹസികതയ്ക്കപ്പുറത്ത് അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ, പലരും ഈ ഉറക്ക രോഗം ബാധിച്ചവരാണ്.